ഹായ് ഫ്രണ്ട്സ്, ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമേറിയ ഒരു കാര്യമാണ് പത്രമാധ്യമങ്ങൾ എന്നുള്ളത്. പത്രമാധ്യമങ്ങളിലെ വിവരങ്ങൾ ശേഖരിക്കുക, അവ പഠിച്ചു വയ്ക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ നമ്മുടെ അധ്യാപകരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പത്രം അല്ലെങ്കിൽ പത്രങ്ങൾ അത് കൃത്യമായിട്ടും വായിക്കുക, അവയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരങ്ങൾ കുറിച്ച് വെച്ച് പഠിക്കുക എന്നുള്ളത്. കാരണം ഒരു മത്സര പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു മേഖല വളരെയധികം പ്രാധാന്യമേറിയതാണ്. ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് കേരള PSCയുടെയും അതുപോലെ തന്നെ പരീക്ഷ നടത്തുന്ന മറ്റ് ഏജൻസികളുടെയും ഒരു പാറ്റേൺ അനുസരിച്ച് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു മേഖലയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യം തന്നെ പരീക്ഷകളിലുണ്ട്. ഒട്ടുമിക്ക പരീക്ഷകളിലും നമ്മളത് കണ്ടിട്ടുള്ളതുമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു മേഖലയുടെ പ്രാധാന്യം എന്നുള്ളത്. അപ്പോൾ കറണ്ട് അഫയേഴ്സിലെ വിവരങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുന്നതിന് പത്രപാരായണം എന്നുള്ളത് നല്ലൊരു ഉപാധി തന്നെയാണ്. പക്ഷേ മിക്ക ആൾക്കാർക്കും ജോലി തിരക്ക് കാരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം പത്രമാധ്യമങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമായിട്ട് ടാലന്റ് അക്കാഡമി നിങ്ങളിലേക്ക് ഒരു പുസ്തകം എത്തിക്കുകയാണ്. ടാലന്റ് അക്കാഡമിയുടെ സ്പെഷ്യൽ എഡിഷൻ കറണ്ട് അഫയേഴ്സ്. ഈ സ്പെഷ്യൽ എഡിഷൻ കറണ്ട് അഫയേഴ്സ് ബുക്ക്ലെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വളരെ കൃത്യമായി 2020 മുതലുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുസ്തകത്തിനെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്ന ഈ 2020 മുതലുള്ള ഈ വിവരങ്ങൾ ടോപ്പിക് അടിസ്ഥാനത്തിൽ തരംതിരിച്ച് ഇന്റർനാഷണൽ, നാഷണൽ, പ്രാദേശികം എന്ന് പറഞ്ഞ ആ ഒരു രീതിക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ ഒരു പുസ്തകം പഠിച്ചു തീർക്കാൻ കഴിയുന്നു. കേരള PSCയുടെ റീസെന്റ് ആയിട്ടുള്ള എക്സാം പാറ്റേൺസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും. അതോടൊപ്പം തന്നെ നമുക്ക് PSC പരീക്ഷകൾക്കൊപ്പം UPSC, SSC, അതുപോലെ RRB, പിന്നെ ബാങ്ക് എക്സാംസ് തുടങ്ങിയ വിവിധ പരീക്ഷകൾ, വിവിധ സ്ഥാപനങ്ങളുടെ പരീക്ഷകൾക്ക് ഒരുപോലെ ഉപയോഗപ്രദമാകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു പുസ്തകത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു പുസ്തകത്തിൻ്റെ ഇൻഡെക്സ് പരിശോധിക്കാം. അതായത് ഏതൊക്കെ വിവരങ്ങളാണ് ഈ ഒരു പുസ്തകത്തിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം പരിശോധിക്കാം. ആദ്യമേ ഈ പുസ്തകത്തിനകത്ത് നൽകിയിരിക്കുന്ന അവാർഡ്സ് എന്ന് പറയുന്ന ആ ഒരു മേഖലയാണ്. ആദ്യമേ തരംതിരിച്ച് നൽകിയിരിക്കുന്ന ഇന്റർനാഷണൽ അവാർഡ്സ് ആണ്. അതിനകത്ത് ഇന്റർനാഷണൽ ആർട്സ് അവാർഡ്, അതായത് ഓസ്കാർ അവാർഡ്സ്, ഗ്രാമി അവാർഡ്, അങ്ങനെ തുടങ്ങിയ ഇന്റർനാഷണൽ ആർട്സ് അവാർഡ്സ്, പിന്നെ ഇന്റർനാഷണൽ കൾച്ചറൽ അവാർഡ്, അതായത് നോബൽ പ്രൈസ്, ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ്, അങ്ങനെ തുടങ്ങുന്ന ഇന്റർനാഷണൽ കൾച്ചറൽ അവാർഡ്സ്, പിന്നെ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ അവാർഡ്സ്, ദ ബുക്കർ പ്രൈസസ്, ഇന്റർനാഷണൽ ബുക്കർ പ്രൈസസ് തുടങ്ങിയ ഇന്റർനാഷണൽ ലെവലിലുള്ള ലിറ്ററേച്ചർ അവാർഡ് നൽകിയിട്ടുണ്ട്. അതുപോലെ ഇന്റർനാഷണൽ സ്പോർട്സ് അവാർഡ്സ്, അതോടൊപ്പം തന്നെ മറ്റ് മുഖ്യ ഇന്റർനാഷണൽ അവാർഡ്സുകളും ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അടുത്ത അവാർഡുകളുടെ മേഖലയിൽ നാഷണൽ ലെവലിലുള്ള അവാർഡ്സ് ആണ് നൽകിയിരിക്കുന്നത്. നാഷണൽ ആർട്സ് അവാർഡ്സ്, നാഷണൽ കൾച്ചർ അവാർഡ്സ്, നാഷണൽ ലിറ്ററേച്ചർ ലെവലിലുള്ള അവാർഡ്സ്, അതുപോലെ തന്നെ നാഷണൽ സ്പോർട്സ് അവാർഡ്, പിന്നെ നാഷണൽ ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് അവാർഡുകൾ നൽകിയിട്ടുണ്ട്. പിന്നെ സ്റ്റേറ്റ് ലെവലിലുള്ള അവാർഡ്, അതായത് ആർട്സ് അവാർഡ്, അതിൽ നമ്മൾ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, അങ്ങനെ തുടങ്ങുന്ന ഒത്തിരി അവാർഡ്സ് നൽകിയിട്ടുണ്ട്. പിന്നെ കേരള ലിറ്ററേച്ചർ അവാർഡ്, അതായത് സാഹിത്യ അക്കാദമി പുരസ്കാരം പോലുള്ള കേരള ലിറ്ററേച്ചർ അവാർഡ്സ്, കേരള കൾച്ചറൽ അവാർഡ്സ്, അതോടൊപ്പം സ്റ്റേറ്റ് ലെവലിലുള്ള മറ്റ് ഇമ്പോർട്ടൻ്റ് അവാർഡ്സും ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അടുത്തൊരു മേഖല എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു മേഖലയാണ്. അവാർഡ്സ് കഴിഞ്ഞ് രണ്ടാമത്തെ മേഖലയായിട്ട് നമുക്ക് തരംതിരിച്ച് നൽകിയിരിക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇന്റർനാഷണൽ, നാഷണൽ, സ്റ്റേറ്റ് ലെവലിൽ തന്നെയാണ് വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ഇന്റർനാഷണൽ ലെവലിൽ സ്പേസ്, അതുപോലെ നാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്പേസ് എക്സ്, വുമൺ ഇൻ സ്പേസ്, അങ്ങനെ തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. നാഷണൽ ലെവലിൽ ISRO, ചന്ദ്രയാൻ, ഗഗൻയാൻ, ആമസോണിയ 1 തുടങ്ങിയ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ സ്റ്റേറ്റ് ലെവലിലുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അടുത്ത മേഖല എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രതിരോധ മേഖലയാണ്. സയൻസ് ആൻഡ് ടെക്നോളജിയിലെ അടുത്ത മേഖല എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രതിരോധ മേഖലയാണ്. ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ റീസെൻ്റ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ബുക്കിനകത്ത് നൽകിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മത്സര പരീക്ഷകളിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ വഹിക്കുന്ന COVID-19 എന്ന് പറയുന്ന ആ ഒരു മേഖലയിലെ ചോദ്യങ്ങളാണ്. ആ ഒരു മേഖലയും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കൊരു പുസ്തകത്തിനകത്ത് നൽകിയിട്ടുണ്ട്. ഈ പുസ്തകത്തിലെ പേജുകൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. അടുത്ത് നോക്കുമ്പോൾ വിവിധ പദ്ധതികൾ നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പദ്ധതികൾ നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ കേരള സർക്കാർ പദ്ധതികൾ നൽകിയിട്ടുണ്ട്. അതിനുശേഷം വന്ന ഫെസ്റ്റിവൽസ് ആണ്. ഫെസ്റ്റിവൽസുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യദിനാഘോഷവും ആസാദി കി അമൃത് മഹോത്സവവും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയാണ്. അതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു പുസ്തകത്തിനകത്ത് നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനായിട്ട് നൽകിയിട്ടുള്ള ലീഡേഴ്സിനെ കുറിച്ചുള്ളതാണ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആൻഡ് ലീഡേഴ്സ്, പിന്നെ വേൾഡ് ലീഡേഴ്സ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഹെഡ്സ്, അങ്ങനെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ലീഡേഴ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. അത് കഴിയുമ്പോഴുള്ള മേഖല എന്ന് പറയുന്നത് സ്പോർട്സ് ആണ്. സ്പോർട്സിൽ ഇന്റർനാഷണൽ സ്പോർട്സ് ഇവന്റ്സ് ആൻഡ് വിന്നേഴ്സ്, അതുപോലെ തന്നെ ടെന്നീസ്, ക്രിക്കറ്റ്, ഫുട്ബോൾ, അങ്ങനെ തുടങ്ങിയ വിവിധ മത്സര ഇനങ്ങളിലെ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് മിസലേനിയസ് ഫാക്ട് എന്ന് പറയുന്ന ഒരു മേഖലയാണ് നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാന നിയമനങ്ങൾ അത് ദേശീയം, അന്തർദേശീയം, പ്രാദേശികം എന്ന് തന്നെ തരംതിരിച്ച് നൽകിയിട്ടുണ്ട്. പിന്നെ അതർ കറണ്ട് അഫയേഴ്സ് ഫാക്ട്, അതായത് ഇന്റർനാഷണൽ, നാഷണൽ, അതുപോലെ തന്നെ റീജിയണൽ ലെവലിൽ നടന്ന
മറ്റ് മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് വിവരങ്ങൾ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ബുക്സ് ആൻഡ് ഓതേഴ്സിനെ കുറിച്ച് വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് വിയോഗങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതും ഇൻ്റർനാഷണൽ, നാഷണൽ, സ്റ്റേറ്റ് ലെവൽ എന്നുള്ള രീതിക്ക് തരംതിരിച്ച് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഇൻഡെക്സ് പരിശോധിച്ചതിൽ നിന്ന് തന്നെ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ് ഈ ഒരു പുസ്തകം ഏത് രീതിക്കാണ് ഓർഡർ ചെയ്തിരിക്കുന്നതെന്നും അതുകൊണ്ട് നമുക്കത് വളരെ ഈസി ആയിട്ടുള്ളൊരു പഠനം അതിന് നടത്താൻ സാധിക്കുമെന്നുള്ളത്. ഇനി നമുക്ക് ഈ പുസ്തകത്തിൻ്റെ പേജുകളൊന്ന് പരിശോധിച്ച് നോക്കാം. ഇൻഡെക്സ് നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടു. ഞാൻ ഇതിനകത്ത് റാൻഡമായിട്ട് എടുത്തിരിക്കുന്ന സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ആ ഒരു മേഖലയാണ്. അതിൽ ആദ്യമേ സ്പേസ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിലെ വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ബഹിരാകാശം തൊട്ട് ജെഫ് ബെസോസ് എന്ന് പറഞ്ഞ ആ ഒരു ടൈറ്റിലാണ് ആദ്യമേ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റ് മാത്രമല്ല, അതോടൊപ്പം തന്നെ ആ ഒരു നൽകിയിരിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതലുള്ള ആ ഒരു മേഖലയിലെ കംപ്ലീറ്റ് വിവരങ്ങളും ഈ ഒരു പുസ്തകത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് നാസ, അത് കഴിയുമ്പോൾ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് എന്ന് പറയുന്ന ഒരു പേജിലാണ് നമ്മൾ എത്തുന്നത്. ആ പേജിൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പദ്ധതിയെ സംബന്ധിച്ചിട്ടുള്ള വിവിധങ്ങളായ വിവരങ്ങൾ നമുക്ക് അതിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിലെ ആ ഇയറോ ആ ഡേറ്റോ മാത്രം പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആധികാരികമായ പല വിവരങ്ങളും നമുക്ക് ഈ ഒരു പുസ്തകത്തിനകത്ത് നിന്ന് ലഭിക്കുന്നു. ഏകദേശം 400ഓളം പേജുകളിലാണ് ഈ പുസ്തകങ്ങൾ വരുന്നത്. അപ്പോൾ പേജുകളുടെ ബാഹുല്യം മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എത്രത്തോളം വിവരങ്ങൾ ഈ ഒരു പുസ്തകത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ കൃത്യമായ നമുക്ക് പരീക്ഷയ്ക്ക് ടു ദ പോയിന്റ് പഠിക്കേണ്ട വളരെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് ഈ ഒരു പുസ്തകത്തിനകത്ത് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠനത്തിൽ കറണ്ട് അഫയേഴ്സ് മേഖലയിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് നമുക്ക് ഈ പുസ്തകം വളരെയധികം ഉപയോഗപ്പെടുമെന്നുള്ളത് കൃത്യമായിട്ടും ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കറണ്ട് അഫയേഴ്സ് ബുക്കിന്റെ ഇൻഡെക്സും അതുമായി ബന്ധപ്പെട്ട പേജുകളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. 1-2 പേജുകൾ പരിശോധിച്ചതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ആ പുസ്തകം ഏത് രീതിക്കാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്നുള്ളത്. ടാലന്റ് അക്കാഡമിയുടെ വിദഗ്ധരും റാങ്ക് ഹോൾഡേഴ്സും ചേർന്ന് തയ്യാറാക്കിയിരിക്കുന്ന ഈ പുസ്തകം നിങ്ങളുടെ പഠനത്തിൽ തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ട് തന്നെയാവും. ഈ പുസ്തകം നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിൽ നിന്നും അതോടൊപ്പം ടാലന്റ് അക്കാഡമിയുടെ വെബ്സൈറ്റായ talentacademy.co.in നിന്നും മറ്റ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളായ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവയിൽ നിന്നും നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഇന്ന് തന്നെ ഈ പുസ്തകം സ്വന്തമാക്കി കൃത്യമായ ഒരു പഠനം ആരംഭിക്കുക. ഓൾ ദി ബെസ്റ്റ്.